ഹായ് ഫ്രണ്ട്സ്, ഷെയർ മാർക്കറ്റിനെ കുറിച്ചുള്ള ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കെല്ലാവർക്കും ഉള്ള ഒരു ആഗ്രഹമാണ് മാർക്കറ്റിൽ ഒരു സക്സസ്ഫുൾ ട്രേഡറായിട്ട് മാറുക എന്നുള്ളത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു എക്സ്പീരിയൻസ് കൊണ്ട് മാത്രം ഗെയിൻ ചെയ്യുന്ന ഒരു സംഭവമല്ല. അതിന് വേണ്ടിയിട്ട് നമ്മൾ പാലിക്കേണ്ട കുറേ ചിട്ടകൾ അല്ലെങ്കിൽ കുറേ മര്യാദകളുണ്ട്. അപ്പോൾ ആ മര്യാദകൾ പാലിക്കുന്നതിനായിട്ടുള്ള ഒരു 7 ടിപ്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ആ മര്യാദകൾ എന്തൊക്കെയാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ആദ്യമേ തന്നെ നമ്മൾ മാർക്കറ്റിൽ ഇറങ്ങുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ നമ്മൾ ഒരു ട്രേഡിംഗ് ആരംഭിക്കുന്നതിന് മുമ്പ് നമ്മുടെ ഒരു ഫിനാൻഷ്യൽ ഗോൾ എന്താണെന്നുള്ളത് നമ്മൾ സെറ്റ് ചെയ്യണം. അതായത് ഈ ഒരു 5 വർഷം കൊണ്ട് ഞാൻ ഫിനാൻഷ്യലായിട്ട് എങ്ങനെയാണ് ഗ്രോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ 5 വർഷം കഴിയുമ്പോൾ എൻ്റെ ഫിനാൻഷ്യൽ ലെവൽ എവിടെയായിരിക്കണം, അല്ലെങ്കിൽ ഞാൻ എന്തൊക്കെ പ്ലാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊരു ഐഡിയ ഉണ്ടാവണം. അതുപോലെ തന്നെ അടുത്തതായിട്ട് നമ്മൾ എന്തിനാണ് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇറങ്ങുന്നത്. അത് ഒരു ഡെയിലി ഇൻകത്തിനാണോ, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ടൈം പാസിന് വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ എനിക്കൊരു ഹോബി ആയിട്ടാണോ ഞാൻ ഈ മാർക്കറ്റിലേക്ക് ഇറങ്ങുന്നത്, അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റ് കൊണ്ട് ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നതിനെക്കുറിച്ച് നമുക്കൊരു ഐഡിയ ഉണ്ടാവണം. അതുപോലെ തന്നെ അടുത്തതായിട്ട് നമുക്കുള്ള ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. എല്ലാവർക്കും ഒരേപോലെ തന്നെ ട്രേഡിംഗ് പോസിബിൾ അല്ല. ചിലർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലി കമ്മിറ്റ്മെൻറ്റ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റു ചിലർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിൽ എക്സ്പീരിയൻസ് കുറവാണ്, അല്ലെങ്കിൽ നോളജ് ഇല്ല എന്നുള്ളതായിരിക്കാം. അല്ലെങ്കിൽ മറ്റുള്ളവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രമാത്രം റിസ്ക് എടുക്കാൻ സാധിക്കുകയില്ല, അത്രമാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെയുള്ള ലിമിറ്റേഷൻസ് പലർക്കും പലതരത്തിലുണ്ട്. സോ നമ്മുടെ ലിമിറ്റേഷൻസ് എന്താണെന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അങ്ങനെ നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെയുള്ള ഒരു നല്ലൊരു ഐഡിയ മാർക്കറ്റിൽ ഇറങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഉണ്ടായിരിക്കണം. അടുത്തതായിട്ട് നമുക്ക് മാർക്കറ്റിൽ ഇറങ്ങുമ്പം എപ്പോഴും ഒരു ട്രേഡിംഗ് പ്ലാനോട് കൂടി ഇറങ്ങാൻ ശ്രദ്ധിക്കുക. അതിനകത്ത് നമ്മൾ ആ സ്റ്റോക്കിനെക്കുറിച്ചുള്ളൊരു നല്ല അനാലിസിസ്, നമ്മൾ ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്റ്റോക്ക് എത്രമാത്രം പ്രോഫിറ്റബിൾ ആണ്, ആ ഒരു സ്റ്റോക്കിൽ ട്രേഡ് ചെയ്യുന്നത് നല്ലതാണോ, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ നല്ലൊരു അനാലിസിസ് നടത്തണം. അതുപോലെ തന്നെ ആ സ്റ്റോക്കിന് എത്രമാത്രം വോളിയം ഉണ്ട്, ട്രേഡിങ്ങിന് പറ്റിയ സ്റ്റോക്കാണോ, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നല്ലൊരു ഐഡിയ ഉണ്ടാക്കുക. പിന്നെ അതേപോലെ തന്നെ അടുത്തായിട്ട് റിസ്ക് റിവാർഡ് റേഷ്യോ എന്ന് പറയുന്നത് സെറ്റ് ചെയ്യുക. അത് ഓരോരുത്തർക്കും വിവിധ രീതിയിലായിരിക്കാം. ചിലർ 1:2, 1:3 അങ്ങനെ പല രീതിയിൽ റിസ്ക് റിവാർഡ് റേഷ്യോ സെറ്റ് ചെയ്യാറുണ്ട്. 1 രൂപയ്ക്ക് 3 രൂപ പ്രോഫിറ്റ്, 2 രൂപ ലോസിന് 6 രൂപ പ്രോഫിറ്റ്, അങ്ങനെ രീതിയിൽ നമുക്ക് എത്രയാണോ റിസ്ക് റിവാർഡ് റേഷ്യോ എന്നുള്ളത് സെറ്റ് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ട്രേഡ് ചെയ്യുമ്പം എപ്പോഴും ഒരു സ്റ്റോപ്പ് ലോസ് ഫിക്സ് ചെയ്യണം. അത് നമ്മുടെ റിസ്ക് അല്ലെങ്കിൽ നമ്മുടെ ലോസിനെ കുറയ്ക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ എപ്പോഴും ഒരു കാൽക്കുലേറ്റഡ് റിസ്ക്, അത് നമുക്ക് ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ 50,000 രൂപ ഇടുന്നയാൾക്ക് ചിലപ്പം 5,000 രൂപയായിരിക്കും റിസ്ക് ഇടുക. അതേ റിസ്ക് തന്നെ ഒരു 10,000 രൂപ ഇടുന്നയാൾ ഇടാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ ഓൾമോസ്റ്റ് 50% എമൗണ്ട് റിസ്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരിക്കലും ബ്ലൈൻഡായിട്ട് ഒരു റിസ്ക് എടുക്കാൻ പാടില്ല. നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിന് അനുസരിച്ചുള്ളൊരു റിസ്ക് എത്രയാണെന്നുള്ളത് നമ്മൾ എടുക്കുക. പിന്നെ മൂന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മാർക്കറ്റിൽ ഒരിക്കലും ഒരു ഓവർ ട്രേഡിങ്ങിലേക്ക് പോകാൻ പാടില്ല. അതായത് ഒരു ദിവസം 10-15 ട്രേഡ് അങ്ങനെയുള്ള ഒരു മൈൻഡ് സെറ്റിലേക്ക് ഒരിക്കലും പോകാൻ പാടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് മാർക്കറ്റിൽ ബ്ലഫ് ചെയ്യുക, അല്ലെങ്കിൽ ജസ്റ്റ് ഗാംബ്ലിങ് നടത്തുന്നുള്ള രീതിയിലാണ്. കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി എന്നുള്ള രീതിയിലേക്കാണ് ആ ഒരു ഓവർ ട്രേഡിങ് നടത്തി കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് സെറ്റ് പോവുക. എപ്പോഴും നമ്മൾ നമ്മുടെ ഒരു ട്രേഡിങ് 1-2 ആ ഒരു 1-2 ട്രേഡിനുള്ളിൽ മാക്സിമം പ്രോഫിറ്റ് എടുത്ത് അന്നത്തെ ട്രേഡിങ് അവസാനിപ്പിക്കുക. ചിലപ്പോൾ മോർണിംഗ് സെഷനിലൊന്ന്, ആഫ്റ്റർനൂൺ സെഷനിലൊന്ന്, അങ്ങനെ എത്രയാണെന്നുള്ളത് നിങ്ങൾ തന്നെ ഫിക്സ് ചെയ്യുക. അങ്ങനെ എപ്പോഴും നമ്മളൊരു ട്രേഡിങ് ലിമിറ്റ് ചെയ്യണം. അടുത്തായിട്ട് നമുക്കുണ്ടാകുന്ന ഒരു സൈക്കോളജിക്കലായിട്ടുള്ളൊരു ഇതാണ്, നമുക്കൊരു പ്രോഫിറ്റ് ഉണ്ടായി, നല്ലൊരു പ്രോഫിറ്റ് കിട്ടി, എന്നാൽ പിന്നെ നമുക്ക് ഒന്നുകൂടി ഒന്ന് ഇറങ്ങി നോക്കാം. അങ്ങനെ ഒരു ഗ്രീഡ് ട്രേഡിങ്, അതായത് അത്യാഗ്രഹത്തോടുള്ളൊരു ട്രേഡിങ് നമുക്ക് പിന്നെയും ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അങ്ങനത്തെയുള്ള ടെൻഡൻസികളും അവോയ്ഡ് ചെയ്യുക. അതുപോലെ തന്നെ ലോസ് വന്നു കഴിഞ്ഞാൽ, അയ്യോ ഇത്ര രൂപ എനിക്ക് ലോസ് ആയല്ലോ, ഇന്ന് ഈ ലോസ് നമുക്കൊന്ന് ബാലൻസ് ചെയ്യണം എന്ന് പറഞ്ഞ് പിന്നെ ഒരു ട്രേഡ് എടുക്കുക. അപ്പോൾ നമ്മൾ അങ്ങനെ റിവെഞ്ച് ട്രേഡിങ്ങിലേക്ക് പോകുന്നു. അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെയും ലോസുകളിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനത്തെ കേസുകളിലൊക്കെ വരുമ്പോൾ നമ്മൾ പിന്നെയും ട്രേഡ് എടുക്കുക എന്നുള്ളത് അവോയ്ഡ് ചെയ്യുക. അടുത്തായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു ലോസ് വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം. ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ ലോസ് വരിക എന്നുള്ളത് സാധാരണ സംഭവമാണ്. അതുകൊണ്ടാണ് നമ്മൾ ട്രേഡിംഗ് പ്ലാൻ ഇടുമ്പോൾ തന്നെ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇടുന്നത്. സോ സ്റ്റോപ്പ് ലോസ് വന്നു കഴിഞ്ഞാലും നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം അത് നമ്മുടെ ട്രേഡിംഗ് പ്ലാനിലുള്ള സംഭവമാണ്. നമ്മൾ ആ ലോസിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. സോ നമ്മുടെ പ്ലാനിന് പ്രകാരം അത് വർക്ക് ചെയ്തു എന്ന് മാത്രം നമ്മളങ്ങനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഒരു ലോസ് വന്നു കഴിഞ്ഞാൽ
ഒരു ബ്രേക്ക് എടുക്കുക. ഒരു ഒരു ആദ്യത്തെ ദിവസം ലോസ് വന്നു കഴിഞ്ഞാൽ ഒരു 2 ദിവസത്തെ ബ്രേക്ക് എടുത്തതിന് ശേഷം മാർക്കറ്റിലേക്ക് ഇറങ്ങുക. അതുപോലെ തന്നെ നമുക്ക് പ്രോഫിറ്റ് വന്നു കഴിഞ്ഞാലും ഒരു ബ്രേക്ക് എടുക്കുന്നത് നല്ലതാണ്. കാരണം നമുക്ക് അതിനനുസരിച്ച് നമ്മുടെ മൈൻഡിനൊന്ന് പ്രിപ്പയർ ചെയ്യാനായിട്ട് അടുത്ത ട്രേഡ് കൂടുതൽ എഫക്റ്റീവായിട്ട് നടത്താനൊക്കെ നമുക്ക് ഈ ഒരു ബ്രേക്ക് സഹായിക്കും. അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞ ട്രേഡുകളെക്കുറിച്ച് നമ്മളൊന്ന് വിലയിരുത്തുക. കഴിഞ്ഞ ദിവസങ്ങളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ മണിക്കൂറുകളിൽ ചെയ്ത് ആ ഒരു മാർക്കറ്റ് സെഷൻ എൻഡ് ചെയ്യുമ്പം ആ ഒരു ട്രേഡുകളെക്കുറിച്ച് നമ്മളൊന്ന് വിലയിരുത്തുക. എന്തൊക്കെയായിരുന്നു അതിനകത്തുള്ള പോസിറ്റീവായിട്ടുള്ള സംഭവങ്ങൾ, എന്തൊക്കെയായിരുന്നു ഇമ്പ്രൂവ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മളൊന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അത് നമ്മൾ എവിടെയെങ്കിലും നമ്മുടെ ഒരു നോട്ടിൽ എഴുതി വെക്കുക. അത് നമുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ട്രേഡുകളിലേക്ക് പോകുമ്പം ആ ഒരു മിസ്റ്റേക്കുകൾ വരുത്താതിരിക്കുവാൻ, അല്ലെങ്കിൽ നല്ല ഒരു ഇമ്പ്രൂവ് ചെയ്ത സംഭവമാണെങ്കിൽ അല്ലെങ്കിൽ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു മാറ്റർ ആണെങ്കിൽ അടുത്ത ട്രേഡിൽ പിന്നെ അത് കണ്ടിന്യൂ ചെയ്യാനൊക്കെ നമുക്കത് സഹായിക്കും. നമ്മുടെ എക്സ്പീരിയൻസിനെക്കാട്ടിലും വലിയൊരു ടീച്ചർ വേറെയില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ എക്സ്പീരിയൻസുകൾ നമ്മൾ നോട്ട് ചെയ്യുക എന്നുള്ളത് നമുക്ക് ഫ്യൂച്ചറിൽ നമുക്ക് ഒരുപാട് ഗുണം ചെയ്യുന്നൊരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രീവിയസ് ട്രേഡുകൾ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് നല്ലതാണ്. അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ ലേണിങ്സ്. അതായത് നമുക്ക് മാർക്കറ്റിൽ എത്രത്തോളം പഠിക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ പഠിക്കുക. കാരണം നമ്മൾ കൂടുതൽ മാർക്കറ്റിനെ കുറിച്ച് അറിയുന്നതിനനുസരിച്ച് നമ്മുടെ മാർക്കറ്റിനെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട്, അതുപോലെ തന്നെ നമ്മുടെ സൈക്കോളജിക്കലായിട്ടുള്ള ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ നമുക്ക് വരും. അപ്പോൾ നമുക്ക് കൂടുതൽ എഫക്റ്റീവായിട്ട് മാർക്കറ്റിനെ അനലൈസ് ചെയ്യാനായിട്ട്, അതുപോലെ തന്നെ കൂടുതൽ എഫക്റ്റീവായിട്ടുള്ള ട്രേഡിങ്ങിലേക്ക് പോകാനായിട്ടൊക്കെ നമുക്ക് സഹായിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഏതൊക്കെ സോഴ്സിൽ നിന്ന് പഠിക്കാൻ പറ്റുമോ അത് ആ ഒരു സോഴ്സ് എല്ലാം നമ്മൾ ഉപയോഗപ്പെടുത്തുക. ഈവൻ നമ്മൾ ട്രേഡ് ചെയ്യാത്ത സാഹചര്യങ്ങളിൽ പോലും മാർക്കറ്റ് വാച്ച് ചെയ്യുക. കാരണം നമ്മൾ ജസ്റ്റ് മാർക്കറ്റിനെ വാച്ച് ചെയ്യുന്നത് പോലും നമ്മുടെ ലേണിങ്ങിനെ ഇമ്പ്രൂവ് ചെയ്യും. അടുത്തതായിട്ടും ഏറ്റവും അവസാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോ ട്രേഡേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരുമായിട്ട് നമ്മുടെ ട്രേഡിംഗ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അവരുടെ ട്രേഡിംഗ് മെൻറ്റാലിറ്റികൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അവരുടെ ട്രേഡിങ്ങിൻ്റെ രീതികൾ എന്തൊക്കെയാണ്, അങ്ങനെ ആ ഒരു ട്രേഡിങ്ങിനെ കുറിച്ചുള്ള നമ്മളൊരു ഇൻറ്ററാക്ഷൻസ് നടത്തുക. അപ്പോൾ അങ്ങനെ നമ്മൾ അവരുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുമ്പോൾ നമുക്ക് അവരുടെ ട്രേഡിംഗ് സ്ട്രാറ്റജി, അല്ലെങ്കിൽ നമുക്ക് അവർ മാർക്കറ്റിനെ എങ്ങനെ നോക്കിക്കാണുന്നു, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് അവരിൽ നിന്നും പഠിക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്കുള്ള മാർക്കറ്റ് എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ നമ്മൾ മാർക്കറ്റിനെ വ്യൂ ചെയ്യുന്ന രീതി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരു മ്യൂച്വലായിട്ടുള്ള ഒരു ലേണിംഗ് ഗ്രോത്ത് ഇവിടെ ഉണ്ടാക്കാൻ സാധിക്കും. ഇങ്ങനെ ഈ 7 പോയിൻറ്റ്സ് നമ്മൾ ശ്രദ്ധിക്കുവാണെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ ഒരു നല്ലൊരു സക്സസ്ഫുൾ ട്രേഡറിലേക്ക് മാറുവാൻ സാധിക്കും. ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളും നിങ്ങളും അപ്ലൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്കുണ്ടായ മാറ്റങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. ഈ വീഡിയോയിലൂടെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ അറിയിക്കുക. കൂടുതൽ വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദിസ് ഈസ് ടോണി സൈനിങ് ഓഫ്.